ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഗിരിപ്രഭാഷണങ്ങളിൽ യേശുതമ്പുരാൻ പറയുന്ന കാര്യമാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. ജീവിതത്തിൽ സമാധാനമുണ്ടാക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെ അനുഗ്രഹമെന്ന് നമ്മൾ മറന്നു പോകരുത്. ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ പറയും, ആദ്യം മിണ്ടുന്നവൻ പിശാചിന്റെ മകൻ, അവസാനം മിണ്ടുന്നവൻ ദൈവത്തിന്റെ മകൻ എന്ന്. ഒരുപക്ഷെ തമാശയ്ക്കാണെന്ന് കളിച്ചിരുന്നെങ്കിലും വേദപുസ്തകം പറയുന്നു, സമാധാനം നിർമ്മിക്കുന്നവരാ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കളാണെന്ന്. ചില നിമിഷങ്ങളിൽ മൗനമായിരിക്കുവാൻ കൂടി നാം ശീലിക്കേണ്ടിയിരിക്കുന്നു എന്നും നമ്മളോട് തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. ശിഷ്യൻ വളരെ ദേഷ്യത്തോടു കൂടി ഗുരുവിന്റെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്. ഗുരു, എനിക്ക് സമാധാനമില്ല, ഞാൻ വല്ലാതെ തളർന്നു പോകുന്നുവെന്ന് ഗുരുവിനോട് പറയുന്നുണ്ട്. ഗുരു പറയുന്നു, നീ വരുന്ന വഴിയിൽ ഒരു ശ്മശാനം കണ്ടില്ലേ? നീ അതിൽ ഒത്തിരി കൽഫലകങ്ങളൊക്കെ കണ്ടില്ലേ? നീ ആ ശ്മശാനത്തിലേക്ക് ചെന്ന് അവരെ പുകഴ്ത്തി പറയുക, നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. അവൻ അവിടെ ചെന്ന് ആ മരിച്ചുപോയവരോടൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ലോകത്തിന് ചെയ്തു, നിങ്ങൾ ഉണ്ടായിരുന്നത് സമാധാനമായിരുന്നു, നിങ്ങൾ വളരെ നല്ലവരായിരുന്നു എന്നൊക്കെ പറയുകയാണ്. തിരികെ വന്നിട്ട് ഗുരുവിനോട് പറയുന്നു, ഗുരു, എനിക്ക് സമാധാനം കിട്ടിയില്ല. ഗുരു പറയുന്നു, നീ വീണ്ടും അവിടെ തന്നെ ചെല്ലുക, ആ സെമിത്തേരിയിൽ ചെന്ന് അവരെ ശാസിക്കുക. വീണ്ടും ഈ ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുന്നു, അവരോട് വളരെ മോശമായിട്ട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളൊരു പരാജയമാണ്, നിങ്ങൾ എന്താണ് ഈ ലോകത്തിന് സംഭാവനയായിട്ട് നൽകിയെന്നൊക്കെ ചോദിക്കുന്നു. വീണ്ടും തിരികെ ശിഷ്യൻ വന്നിട്ട് പറയുന്നു, എനിക്ക് സമാധാനമില്ല. ഗുരു ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, മകനെ, നിന്നെ പുകഴ്ത്തുന്നവരെയും നിന്നെ ഇകഴ്ത്തുന്നവരെയും ഒരുപോലെ ശാന്തമായി സ്വീകരിക്കുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകത്തുള്ളൂ. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ സമാധാനം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് തമ്പുരാൻ യെരുശലേമിനെ നോക്കി പറയുന്നുണ്ട്, നിന്റെ സമാധാനത്തിന്റെ മാർഗം നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോൾ അത് നിനക്ക് മറഞ്ഞിരിക്കുന്നുവെന്ന്. അപ്പോൾ സമാധാനത്തിന്റെ മാർഗം സൃഷ്ടിക്കേണ്ടുന്നത് നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ളത് മറന്നു പോകരുത്. അപ്പൊ സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ജീവിതത്തിൽ ശ്രമിക്കുക തന്നെ വേണമെന്നാണ് തിരുവചനം പറയുന്നത്. കുഞ്ഞുനാളിലെ ആ കളി നമ്മോട് പറയുന്നത് ജീവിതത്തിൽ സമാധാനമുണ്ടാക്കുന്ന മനുഷ്യരായി തീരണമെന്ന് തന്നെയാണ്. ജീവിതത്തിൽ സമാധാനം സൃഷ്ടിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ മക്കളാകുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ സമാധാനം നിർമ്മിക്കുന്നവരാണോ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, മതജീവിതത്തിൽ, സമൂഹ ജീവിതത്തിലൊക്കെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ സാത്താന്റെ മക്കളാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കിയേ പറ്റൂ. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.